പരിപാടിയിൽ 13 ഗസ്റ്റുകളുണ്ട്. പുരുഷ കമ്മീഷൻ വേണോ? 10 സ്ത്രീകളാണ്. നമ്മുടെ സ്ത്രീകൾ ആ രീതിയിൽ മുമ്പോട്ട് വരുന്നത് ഈ പരിപാടിയിൽ 13 ഗസ്റ്റ് പുരുഷ കമ്മീഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ 10 സ്ത്രീകളാകണം. അല്ല ഒരു സെക്കൻഡ് അല്ലല്ല, അത് വേണം. അത് നമ്മുടെ സമൂഹത്തിന്റെ പോസിറ്റിവിറ്റിയാണ്. പക്ഷെ പുരുഷന്മാർക്കും പറയാനുള്ള സ്പേസ് വേണം. എന്തുകൊണ്ടാണ് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടോ. ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു പുരുഷന് കുറ്റം ഉണ്ടെങ്കിൽ ഈ പുരുഷന്റെ പുറകിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ കുടുംബം, എന്റെ കുടുംബത്തിലെ എന്റെ സ്ത്രീയുടെ പുറകിലുള്ളത് പുരുഷനാണ്. ഞാനിതൊന്നും പറയട്ടെ. ഒരു പുരുഷ കമ്മീഷൻ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പുരുഷന്റെ പുറകിലുള്ളത് ഭാര്യ, അമ്മ, ഇവരൊക്കെ സ്ത്രീകളാണ്. അവർക്ക് പുരുഷാവകാശ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ്. ഇവിടെ വിവാഹം എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യൻ സംസ്കാരത്തില് വിവാഹം കഴിച്ച് ഒരു പെണ്ണ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് എവിടേക്കാ? പുരുഷന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പുരുഷന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വേശ്യാലയങ്ങൾ ഇവിടെ വന്നു. എന്നാൽ രാഹുൽ ഈശ്വരൻ എന്തുകൊണ്ട് വേശ്യാലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല? സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി വേശ്യാലയങ്ങൾ കാരണം പുരുഷന്റെ കണ്ടെത്താൻ വേണ്ടി പാലസ്തീൻ യുദ്ധത്തിന് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ഉക്രൈനിലെ വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാ ഒരു ബന്ധവുമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത കാര്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ശ്രീകണ്ഠൻ നായർ സാറിനോട് ഒരു ബന്ധവുമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? മാഡം പറയുന്ന പല വിഷയങ്ങളും ഇതുമായിട്ട് അതുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണ്ടതാണോ? എന്ത് ബന്ധമാണ് സാർ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.